വനാതിർത്തികളിൽ ഉണ്ടാകുന്ന മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു. ഇന്നു ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. വന്യജീവി ആക്രമണങ്ങളിലെ അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതാധികാര സമിതി ഉൾപ്പെടെ 4 സമിതികൾ രൂപീകരിക്കും. വനാതിർത്തികളിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് 110 കോടി രൂപ അധികമായി അനുവദിക്കുമെന്ന് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമാവുകയും പ്രതിഷേധങ്ങൾ കടുക്കുകയും ചെയ്തതോടെയാണ് സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിയാണ് വന്യജീവി ആക്രമണങ്ങളെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനം കൂടി വന്യജീവി സംഘർഷങ്ങളിൽ ഉപയോഗിക്കും. മുഖ്യമന്ത്രി അധ്യക്ഷനും 4 മന്ത്രിമാർ അംഗങ്ങളും ചീഫ് സെക്രട്ടറി കൺവീനറുമായ ഉന്നതാധികാര സമിതിയാകും ഇനി മുതൽ സംസ്ഥാനതല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി ഉദ്യോഗസ്ഥ സമിതിയും ജില്ലാ സമിതികളും പ്രാദേശിക സമിതികളും രൂപീകരിക്കുമെന്നും വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ അറിയിച്ചു. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയർമാനായും ചീഫ് സെക്രട്ടറി കൺവീനറായും വനം, റവന്യൂ, തദ്ദേശ സ്വയംഭരണം, പട്ടികജാതി പട്ടികവർഗം എന്നീ വകുപ്പുകളുടെ മന്ത്രിമാരും അംഗങ്ങളായിക്കൊണ്ടുള്ള ഒരു ഉന്നതാധികാര സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ മനുഷ്യ വന്യജീവി സംഘർഷം കൈകാര്യം ചെയ്യാനുള്ള നോഡൽ ഓഫീസറായി നിയമിക്കും. വനം വകുപ്പ് ആസ്ഥാനത്ത് കൺട്രോൾ റൂം പ്രവർത്തിപ്പിക്കും. കൂടുതൽ താൽക്കാലിക വാച്ചർമാരെ നിയോഗിക്കും. വന്യജീവി സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ വനത്തിനുള്ളിൽ മൃഗങ്ങൾക്ക് ആവശ്യമായ വെള്ളം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനുള്ള നിർദ്ദേശങ്ങൾക്കായി വിദഗ്ധ സമിതിയെ രൂപീകരിക്കും. മന്ത്രിസഭാ യോഗത്തിലെ ഈ തീരുമാനങ്ങൾ എത്രയും വേഗം നടപ്പാക്കാൻ ഉന്നതതല യോഗം വിളിച്ച് മന്ത്രി എ.കെ. ശശീന്ദ്രൻ നിർദ്ദേശിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.